ജിയോസിൻ്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഗാർഡൻ വീഡിയോ ആണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഇന്നത്തെ ഒരു ഗാർഡൻ വീഡിയോ എന്ന് പറഞ്ഞു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് അല്ലെങ്കിൽ പരിചയപ്പെടാൻ പോകുന്നത് അഡീനിയത്തിൻ്റെ മഴക്കാല സംരക്ഷണത്തെക്കുറിച്ചാണ്. നമ്മൾ ധാരാളം വീഡിയോകൾ ചെയ്തിട്ടുള്ളതാണ്. മെയ് 28 കഴിയുന്നതോടുകൂടി നമ്മൾക്ക് കാലവർഷം തുടങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് പറയപ്പെടുന്നു. നമുക്കറിയില്ല, കഴിഞ്ഞ വട്ടം ജൂണിലുണ്ടായിരുന്നത് ജൂലൈയിലൊക്കെയാണ് പെയ്തത്. എന്നിരുന്നാലും അഡീനിയത്തിന് മഴക്കാല സംരക്ഷണം എങ്ങനെ നൽകാം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാകുന്ന രീതിയിൽ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അഡീനിയത്തിൻ്റെ സിംഗിൾ പെറ്റലായിട്ടുള്ളൊരു ഷെയ്ഡാണ്. അഡീനിയം എന്ന് പറയുന്നത് ഇഷ്ടംപോലെ വെറൈറ്റികളിലും വളരെയധികം കളർ നിറഭേദങ്ങളിലും നമുക്ക് ലഭ്യമാകുന്ന ഒരു ചെടിയാണ്. ധാരാളം ആൾക്കാർ ഇപ്പം അഡീനിയത്തിൻ്റെ കളക്ഷനായിട്ട് തന്നെ തുടങ്ങിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു ഫ്ലവറിംഗ് ആണ്. ഏത് സമയത്തും ഫ്ലവർ ഉണ്ടാകാൻ പറ്റും. അതായത് കൂടുതൽ സമയം ഫ്ലവർ നൽകുന്ന ഒരു ചെടി എന്നുള്ള രീതിയിലാണ് മറ്റുള്ള ഓർക്കിഡുകൾ പോലുള്ളവയെ അപേക്ഷിച്ച് ഇപ്പോൾ വളരെ എളുപ്പത്തിൽ നല്ല രീതിയിൽ ഫ്ലവർ തരുന്നു എന്നുള്ളതാണ് ഇവയെ ഇത്ര ജനകീയമാക്കുന്നത്. എന്നിരുന്നാലും ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ മഴക്കാലത്ത് നിങ്ങളുടെ അഡീനിയം ചെടി എത്ര രൂപ കൊടുത്ത് വാങ്ങിച്ചതായാലും നശിച്ചു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ആ അഡീനിയത്തിന് പറയുന്ന മറ്റൊരു പേരെന്ന് പറയുന്നത് ഡെസേർട്ട് റോസ് എന്നാണ്. നിങ്ങൾക്ക് ആ പേരിൽ നിന്ന് തന്നെ മനസ്സിലാകും, മരുഭൂമിയിലെ റോസാപ്പൂ എന്നുള്ള അർത്ഥത്തിൽ പറയുന്നതുകൊണ്ട് തന്നെ മരുഭൂമിയിലെ കണ്ടീഷനാണ് ഇവയ്ക്ക് ഏറ്റവും അനുയോജ്യം. കേരളത്തിലെ കാലാവസ്ഥ ഇവയ്ക്ക് വളരെ അനുയോജ്യമാണ്. മഴയെന്ന് പറഞ്ഞാൽ അന്യായ മഴയും, മഴ കഴിഞ്ഞ് കഴിയുമ്പം നല്ല വെയിലും ചൂടുമാണ്. അപ്പോൾ അതുകൊണ്ടാണ് അഡീനിയം വന്നൊരു നമ്മുടെ കാലാവസ്ഥയിൽ അടിപൊളിയായിട്ട് വളരുന്നത്. അപ്പോൾ ഓപ്പണായിട്ടായിരിക്കും നമ്മൾ കൂടുതൽ ആൾക്കാരും ഇത്ര അഡീനിയം ചെടികളെ വളർത്താറുള്ളത്. ചെടിച്ചട്ടികളിലൊക്കെ ആയിരിക്കും കൂടുതലും വളർത്തുന്നത്. എന്നാൽ ഇവയെ നിലത്ത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ അപ്പം കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞുതരാം. അപ്പോൾ അങ്ങനത്തെ ഒരു വീഡിയോ, നിലത്ത് മണ്ണിൽ അഡീനിയം വളർത്തുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് അറിയണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേര്. ഞാൻ മറ്റൊരു വീഡിയോയിൽ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അത് കുറച്ചുകൂടി ഡീറ്റെയിൽ പറയേണ്ട സാധനമാണ്. അപ്പോൾ ഇത് നമ്മുടെ കുറച്ച് അഡീനിയത്തിൻ്റെ കളക്ഷനുകളിലുള്ള കുറച്ച് ചെടികളാണ്. നമ്മുടെ ഗ്രാഫ്റ്റിങ്ങിന് വേണ്ടിയും അല്ലെങ്കിൽ പേരൻറ്റ് സ്റ്റോക്ക് ആക്കാനോ അല്ലെങ്കിൽ ബോൺ ഷേപ്പുകൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്നതിലുള്ള കുറച്ച് ചെടികളൊക്കെയാണ്. ഇതിൽ കൂടുതലും ഫ്ലവറിങ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പം അതിനുള്ള ഫെർട്ടിലൈസറിൻ്റെ ഡീറ്റെയിൽ നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടാൽ മതിയാകും. പക്ഷെങ്കിൽ ഈ വരാൻ പോകുന്ന മുട്ടുകളും പൂക്കളും അതേപോലെ തന്നെ ഇലകളും എല്ലാം തന്നെ ഈ മഴക്കാലം ആകുന്നതോടുകൂടി തന്നെ പൊഴിഞ്ഞു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വളരെ കൂടുതലെന്നല്ല, പൊഴിഞ്ഞു പോകും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെസേർട്ട് റോസിന് അധികം വെള്ളം ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ലീഫ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫ്ലവർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ബഡ്സ് ഉണ്ടെങ്കിൽ ഇപ്പോൾ വെള്ളം വേരിയിൽ നിന്ന് എടുക്കാൻ തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് ചെടിയാണെങ്കിൽ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ വെള്ളം ആവശ്യമില്ലാത്തതായതുകൊണ്ട് ആ വെള്ളം ആഗിരണം ചെയ്യുന്ന പ്രോസസ്സിനെ തടയാൻ വേണ്ടി ഇവയുടെ ലീഫെല്ലാം പൊഴിച്ചു കളയും. അപ്പം ഫോട്ടോസിന്തസിസ് ഒന്നും നടക്കാത്തതുകൊണ്ട് തന്നെ ഇവയ്ക്ക് വെള്ളത്തിൻ്റെ അധികം ആവശ്യം വരുന്നില്ല. അപ്പോൾ അങ്ങനെയാണ് ചെടിയെ സേവ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുന്നത്. അപ്പം മഴക്കാലത്ത് അധികമായ മഴയായതിനാൽ തന്നെ ചെടിച്ചോട്ടിൽ വെള്ളം കെട്ടിക്കിടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം ചെടിയെ വെള്ളം കെട്ടിക്കിടക്കാത്ത രീതിയിൽ നമ്മുടെ പോട്ടി മിക്സർ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ ഇവയുടെ ലീഫും കാര്യങ്ങളെല്ലാം കൊഴിഞ്ഞു പോകുന്നത് സ്വാഭാവികമാണ്. അത് നമ്മൾ കണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു ആൻറ്റിഫംഗൽ, സാഫ് പോലുള്ള ഏതെങ്കിലും ഒരു ആൻറ്റിഫംഗൽ നമ്മൾ കൊടുക്കാൻ ശ്രദ്ധിക്കണം. എങ്കിൽ മാത്രമേ ചെടി നല്ല രീതിയിൽ മഴയത്ത് നിന്ന് പിടിച്ചു കിട്ടത്തുള്ളൂ. അല്ല എന്നൊരിക്കലും നമുക്ക് മഴ കൊള്ളാത്ത രീതിയിലേക്ക് ചെടിയെ മാറ്റി വയ്ക്കേണ്ടത് അത്യാവശ്യമാണ്. ചെടിയെ മാറ്റി വയ്ക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, ചെടിയെല്ലാം കൂടി പെട്ടെന്നിരുന്ന് ഇതുപോലെ ഗ്യാപ്പൊക്കെ ഇട്ട് എയർ സർക്കുലേറ്റഡ് ആയിട്ടൊക്കെ വൃത്തിയായിട്ട് നിന്നുകൊണ്ടിരുന്ന ചെടിയെ പെട്ടെന്ന് നമ്മൾ എടുത്ത് മാറ്റി വയ്ക്കുമ്പോഴത്തേക്ക് ഇവയെല്ലാം അടുത്തടുത്തിരിക്കുമ്പോഴത്തേക്ക് ഇവയുടെ എന്താ പറയുക, വായുസഞ്ചാരം, ഇടയ്ക്കൂടിയുള്ള വായുസഞ്ചാരമൊക്കെ കുറവാകുകയും അവയെല്ലാം നശിച്ചു പോകാനുള്ള ടെൻഡൻസി കാണിക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അതുകൂടി ശ്രദ്ധിച്ചിട്ട് വേണം ചെടികളെ അടുക്കി വയ്ക്കാൻ വേണ്ടി. തൊട്ടടുത്ത് വയ്ക്കാതെ എയർ കയറി പാസേജുള്ള രീതിയിൽ ചെടിയെ അടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഫെർട്ടിലൈസറാണ്. മഴക്കാലത്ത് തുടങ്ങുന്നതിന് മുമ്പ് ഫെർട്ടിലൈസർ കൊടുക്കുന്നത് നമ്മൾ ഒഴിവാക്കണം. അതിനുശേഷം മഴക്കാലം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഫെർട്ടിലൈസർ കൊടുക്കാൻ പാടുള്ളൂ. അടുത്ത കാര്യം എന്ന് പറയുന്നത് ഇവയുടെ പ്രൂണിംഗ് ആണ്. ഒരു കാരണവശാലും ചെടിയെ മഴക്കാലത്തോടനുബന്ധിച്ചോ മഴക്കാലത്തോ പ്രൂൺ ചെയ്യാനോ അതേപോലെ തന്നെ റീപോർട്ട് ചെയ്യാനോ പാടില്ല. ഇവയെ സെയിം കണ്ടീഷനിൽ തന്നെ വിടുകയാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നത്. വെള്ളം കെട്ടിക്കിടക്കാതെ ശ്രദ്ധിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ചിലപ്പം ചെടിയിലാണെങ്കിൽ വെള്ളം കൂടുതലായതുകൊണ്ട് ചെടിയുടെ ബൾബ് പോലുള്ള ഭാഗങ്ങളൊക്കെ അഴുകാനോ അല്ലെങ്കിൽ ഞെക്ക് കൊള്ളാനോ ഉള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അവയാണെങ്കിൽ നമ്മൾ ട്രീറ്റ് ചെയ്ത് സാഫ് കൊടുത്ത് മണ്ണിൽ നിന്ന് പറിച്ചു മാറ്റിയതിന് ശേഷം 3-4 ദിവസം ഒന്ന് വെള്ളം നനയ്ക്കാതെ ഒരു ഷെയ്ഡി വെച്ച് അതിനെ ഒന്ന് ഡ്രൈ ആക്കിയതിന് ശേഷം വീണ്ടും നടാനോ അല്ലെങ്കിൽ നമുക്കാണെങ്കിൽ കെട്ടിത്തൂക്കിയിട്ടും ഡ്രൈ ആക്കാനും പറ്റുന്നതാണ്.
അപ്പം അങ്ങനത്തെ രീതിയിൽ ഓവറാകുവാണെങ്കിൽ ഡ്രൈ ആക്കിയതിന് ശേഷം ചെടിയെ വീണ്ടും നടാവുന്നതാണ്. നമുക്ക് അന്നൊരിൽ മഴ നനയാതെ വീടിൻ്റെ ഷെയ്ഡുകളിലേക്കോ അല്ല എന്നൊരിൽ നമുക്ക് പടുത കെട്ടിയിട്ടുള്ള മഴ ഡയറക്റ്റ് വീഴാത്ത രീതിയിലേക്കോ നമുക്ക് ഇവയെ സേവ് ചെയ്യാം. എന്നിരുന്നാലും മഴക്കാലത്ത് വെയിൽ കൊള്ളത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അട്ടിയടുക്കി വെച്ച് ഇത് അവിഞ്ഞു പോകാതെ സംരക്ഷിക്കേണ്ട കാര്യം അത്യാവശ്യമാണ്. അതേപോലെ തന്നെ ലീഫ് പൊഴിഞ്ഞു പോകുന്ന കാര്യം ആദ്യം പറഞ്ഞു, പിന്നെയും ഒന്നുകൂടി പറയുവാണ്, ലീഫുകൾ പൊഴിഞ്ഞു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആ സമയത്ത് നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. ചെടിക്ക് സാഫ് പോലുള്ള ആൻറ്റി ഫംഗൽ കൊടുത്തിട്ട് അതിനെ സേവ് ചെയ്താൽ മാത്രം മതിയാകും. വളങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കുക, വെള്ളം നനയ്ക്കുന്നത് പൂർണ്ണമായി ഒഴിവാക്കുക തുടങ്ങിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഏതൊരാൾക്കും നമ്മുടെ അഡീനിയം ചെടികളെ മഴക്കാലത്ത് നല്ല രീതിയിൽ സംരക്ഷിച്ചെടുക്കാൻ സാധ്യമാകുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ കാണിച്ചതിൽ കൂടുതൽ ചെടികളിലും ഫ്ലവറുകൾ ഒന്നുമില്ല. ചില ചെടികളിൽ ഫ്ലവറുണ്ട്. അതേപോലെ തന്നെ ചെടികളിൽ ഫ്ലവർ ആകാൻ പോകുന്നേ ഉള്ളൂ. ഇത് മഴക്കാലം കഠിനമായ മഴ വീഴുന്നതിന് മുമ്പ് അത് ഫ്ലവർ വിരിഞ്ഞ് കിട്ടുവാണെങ്കിൽ നമുക്ക് കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ അതെല്ലാം പൊഴിഞ്ഞു പോകാനുള്ള ടെൻഡൻസി വളരെ കൂടുതലായിരിക്കും. അതേപോലെ തന്നെ അഡീനിയത്തിൻ്റെ കൊമ്പെന്ന് പറയുന്ന അതിൻ്റെ സീഡാണ് ഇത്, സീഡ് പോട്ടാണിത്. ആണല്ലേ, ഇതേ രീതിയിൽ നിൽക്കും. നല്ല വെയിലുള്ള സമയത്ത് ഇത് പൊട്ടിയും വെച്ച് ഇതുണ്ടോ ഇതുപോലെ കെട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ ഒരു പ്ലാസ്റ്റിക്കോ നമ്മുടെ നൂലോ കൊണ്ട് നമുക്കിതുപോലെ ഒന്ന് കെട്ടിയിട്ടില്ല, ഇത് പൊട്ടിയും വെച്ച് ഈ സീഡുകളെല്ലാം തന്നെ അപ്പൂപ്പന്താടി പോലെ പറന്ന് നമുക്ക് നഷ്ടപ്പെടുന്നതാണ്. ഇല്ല എങ്കിൽ നമുക്ക് റബ്ബർ ബാൻഡ് വേണമെങ്കിൽ ഇടാമെന്ന് പറയുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും നമ്മുടെ ചൂട് കൂടുന്നതായതുകൊണ്ട് ചിലപ്പോൾ റബ്ബർ ബാൻഡ് ഉരുകി പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇതുപോലെ ഒരു ചരട് ഉപയോഗിച്ച് കെട്ടിയിടുന്നത്. ഇങ്ങനെ സെൻറ്റർ കണ്ടില്ലേ, ഇതേ രീതിയിൽ സെൻറ്റർ കെട്ടിയിട്ടാൽ മതി. അപ്പോൾ പൊട്ടിപ്പോകാതെ നമുക്ക് ഇവയെ സംരക്ഷിച്ചെടുക്കാൻ സാധ്യമാകുന്നതാണ്. ഇത്തരം ഉണ്ടാകുന്ന സീഡുകളും മഴക്കാലത്തിന് മുമ്പ് നമ്മൾ വിളഞ്ഞിട്ടുള്ളവയെ കളക്ട് ചെയ്തെടുക്കേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ. പിന്നെ നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ സീഡ് ഇട്ട് കിളിപ്പിച്ചെടുത്തിരിക്കുന്ന പുതിയ തൈകളും അതേപോലെ തന്നെ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള പുതിയ തൈകളും ഒക്കെ തന്നെ മഴവെള്ളം ഒട്ടും തന്നെ വീഴാത്ത രീതിയിൽ അവയെ നമ്മൾ കവർ ചെയ്ത് മാറ്റണം. ഇല്ല എങ്കിൽ പെട്ടെന്ന് നശിച്ചു പോകാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത തൈകളുടെയൊക്കെ മുകൾ ഭാഗത്ത് വെള്ളം വീഴുന്ന സമയത്ത് ആ ഗ്രാഫ്റ്റ് ചെയ്ത ഭാഗം തന്നെ അழிഞ്ഞു പോകാനുള്ള സാധ്യത ടെൻഡൻസി കൂടുതൽ കാണിക്കും. അപ്പോൾ ഇത്തരം ചെടികൾ നമ്മൾ മഴ കൊള്ളാതെ തന്നെ ഏറ്റവും കൂടുതൽ സംരക്ഷിക്കേണ്ട അത്യാവശ്യമാണ്. അപ്പോൾ സാധാരണയായിട്ട് നമ്മൾ UV ഷീറ്റുകളുടെ അടിയിലാണ് ഇവയെ സംരക്ഷിക്കാറുള്ളത്. എന്നിരുന്നാലും അത്യാവശ്യകാല സമയത്ത് നമ്മുടെ വീടിൻ്റെ ഷെയ്ഡുകളിലോ അല്ലെങ്കിൽ നമ്മുടെ ടാർപ്പാളുടെ അടിയിലൊക്കെ ആയിട്ട് നമുക്ക് സേവ് ചെയ്തെടുക്കാൻ സാധ്യമാകുന്നതുകൊണ്ട് ഡയറക്റ്റ് വെള്ളം വീഴാതെ നമ്മൾ ശ്രദ്ധിച്ച് അതേപോലെ വായുസഞ്ചാരമുള്ള രീതിയിൽ ഇവയെ അടുക്കി കഴിഞ്ഞാൽ വലിയ പ്രശ്നമില്ലാതെ നമുക്ക് ഇവയെ രക്ഷപ്പെടുത്തിയെടുക്കാൻ സാധിക്കും. ഈ സമയത്തൊക്കെയും ലീഫുകൾ പോകുന്നത് സർവ്വസാധാരണമാണ്. അപ്പോൾ അത് ഒന്നുകൂടി ഞാൻ പറഞ്ഞിരിക്കുക, കാരണം ധാരാളം ആൾക്കാർ ലീഫ് പോകുമ്പോൾ തന്നെ പേടിച്ചിട്ട് ചെടികളെ മണ്ണിൽ നിന്ന് പറിച്ചെടുക്കാനോ അല്ലെങ്കിൽ മാറ്റി വയ്ക്കാനോ വെച്ച സ്ഥലത്ത് നിന്ന് പിന്നെയും മാറ്റാനൊക്കെ ആയിട്ട് ഉള്ള ടെൻഡൻസി കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടി പറയുന്നത്, അത്രയും രീതിയിൽ ലീഫ് പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പെട്ടെന്ന് വീണ്ടും ചെടിയെ ഒന്നും ചെയ്യരുത്. ആ സമയത്ത് സാഫ് കൊടുത്തിട്ട് ഒന്ന് കെയർ ചെയ്താൽ മാത്രം മതിയാകും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഏതൊരാൾക്കും നമ്മുടെ അഡീനിയൻ ചെടികൾ അടിപൊളിയായിട്ട് ഈ മൺസൂണിൽ നമുക്ക് രക്ഷപ്പെടുത്തിയെടുക്കാൻ സാധ്യമാകുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുമെന്നായിരുന്നു. ഇത്തരം കാർഷിക സ്വന്തമായ ഗാർഡൻ സ്വന്തമായ വീഡിയോകൾ മലയാളത്തിൽ ലഭിക്കുന്നതിന് ഗ്ലോറി ഫാം ഹൗസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കണോട് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.